അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ നിമിഷത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു മതം മാറ്റത്തിൻ്റെ കഥയല്ല, മറിച്ച് സത്യം തേടിയുള്ള ഒരു ആത്മാവിൻ്റെ യാത്രയെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, തീർച്ചയായും നിനക്ക് ഇഷ്ടപ്പെട്ടവരെ നിനക്ക് നേർവഴിയിലാക്കാനാവില്ല, പക്ഷേ അല്ലാഹു അവനുദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നു. എത്ര വലിയ സത്യമാണത്, അല്ലേ? നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പാണ്ഡിത്യം കൊണ്ടോ പദവി കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ സത്യം കണ്ടെത്താൻ കഴിയുമെന്ന്. എന്നാൽ ഹിദായത്ത് അഥവാ സന്മാർഗം എന്നത് അല്ലാഹുവിൻ്റെ ഒരു സമ്മാനമാണ്. അത് ആഗ്രഹിക്കുന്നവർക്ക്, ഹൃദയം തുറന്നുവെക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന വെളിച്ചം. ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു പുരോഹിതൻ. കുരിശിൻ്റെയും ബൈബിളിൻ്റെയും ലോകത്ത് 45 വർഷക്കാലം ജീവിച്ച ക്രൈസ്തവ സഭയുടെ ഉന്നത പദവിയിലിരുന്നിരുന്ന ഡേവിഡ് ഗൗൾഡ്. ഇന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് അബ്ദുറഹ്മാൻ എന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, 4.5 പതിറ്റാണ്ട് കാലം തൻ്റെ വിശ്വാസമാണ് സത്യമെന്നുറച്ചു വിശ്വസിക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് ആ വിശ്വാസം പകർന്നു നൽകുകയും ചെയ്ത ഒരു മനുഷ്യൻ. പെട്ടെന്നൊരു ദിവസം ആ വേഷവും സ്ഥാനമാനങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തു വലിയ മാറ്റമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ഡേവിഡ് ഗൗൾഡിൻ്റെ അഥവാ നമ്മുടെ സഹോദരൻ അബ്ദുറഹ്മാന്റെ ജീവിതം നമുക്കൊരു പാഠപുസ്തകമാണ്. ഓസ്ട്രേലിയയിലെ ടാസ്മാനിയയിലുള്ള ഹോളി ക്രോസ് റഷ്യൻ ഓർത്തഡോക്സ് പള്ളിയുടെ പ്രസിഡന്റായിരുന്ന അദ്ദേഹം ആത്മീയതയുടെ ഉന്നതങ്ങളിൽ നിൽക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ശൂന്യത അനുഭവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആ നിർണായക നിമിഷം സംഭവിക്കുന്നത് ഒരു യാത്രയ്ക്കിടയിലാണ്. തൻ്റെ ഭാര്യ സഹോദരൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കായി പെർത്തിലേക്ക് പോയതായിരുന്നു ഡേവിഡ്. വിധിയുടെ വിളയാട്ടമെന്നോ അല്ലാഹുവിൻ്റെ തീരുമാനമെന്നോ നമുക്കതിനെ വിളിക്കാം. അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടലിന് വെറും 150 മീറ്റർ അകലെ ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതുവരെ അദ്ദേഹം ഇസ്ലാമിനെ കണ്ടിരുന്നത് അകലെ നിന്നാവാം. പക്ഷെ ആ ദിവസം ആ പള്ളിയിൽ നിന്ന് ഉയർന്ന ബാങ്ക് വിളിയാണോ അതോ അവിടെ കണ്ട ശാന്തമായ അന്തരീക്ഷമാണോ അദ്ദേഹത്തെ ആകർഷിച്ചതെന്നറിയില്ല. അദ്ദേഹം ആ പള്ളിയിലേക്ക് നടന്നു. വർഷങ്ങളായി തൻ്റെ വീട്ടിലെ ബുക്ക് ഷെൽഫിൽ പൊടിപിടിച്ചിരുന്ന ഒരു ഖുർആൻ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പിന്നീട് ഓർക്കുന്നുണ്ട്. എന്നാൽ അത് തുറന്നു വായിക്കാനുള്ള പ്രേരണ അതുവരെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് ആ ഹോട്ടൽ മുറിയിൽ തിരിച്ചെത്തിയ ഡേവിഡ് ഗൗൾഡ് എന്ന പുരോഹിതൻ തൻ്റെ ജീവിതത്തിൽ ആദ്യമായി ദൈവത്തിൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമിച്ചു. അതെ, ഒരു മുസ്ലിമിനെപ്പോലെ അദ്ദേഹം സുജൂദിൽ വീണു. കണ്ണുനീരോടെ അദ്ദേഹം പ്രാർത്ഥിച്ചു, ദൈവമേ, എന്റെ സ്രഷ്ടാവേ, എന്നെ നീ സത്യം കാണിച്ചു തരണമേ. ഇസ്ലാമാണോ സത്യം, അതോ ഞാൻ ഇത്രയും നാൾ വിശ്വസിച്ച ക്രിസ്തുമതമാണോ സത്യം? എനിക്ക് നീ വഴി കാണിച്ചു തരൂ. ആത്മാർത്ഥമായ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ അല്ലാഹുവിന് മടിയില്ലല്ലോ. ഖുർആനിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. അവിടെ കണ്ടത് ത്രിയേകത്വത്തിൻ്റെ കുഴമറിച്ചിലുകളല്ല, മറിച്ച് ഏകദൈവ വിശ്വാസത്തിൻ്റെ തെളിനീരുറവയായിരുന്നു. ദൈവത്തിന് പങ്കുകാരില്ലെന്നും അവന് പുത്രനില്ലെന്നും അവൻ ഏകനാണെന്നുമുള്ള ലളിതവും ശക്തവുമായ സത്യം ആ പുരോഹിതന്റെ ഹൃദയത്തിൽ തറച്ചു. തിരിച്ചെത്തിയ അദ്ദേഹം ചെയ്തത് ചരിത്രപരമായൊരു കാര്യമാണ്. തൻ്റെ ബിഷപ്പിന് അദ്ദേഹം ഒരു കത്തെഴുതി. ലോകം മുഴുവൻ ശ്രദ്ധിച്ച വരികളായിരുന്നു അത്. ഞാനൊരു മുസ്ലിമായതിനാൽ ഇനി എനിക്ക് പുരോഹിതനായി തുടരാൻ കഴിയില്ല. നോക്കൂ സഹോദരങ്ങളെ, ഒരു പുരോഹിതന്റെ പദവി ഉപേക്ഷിക്കുക എന്നത് ചെറിയ കാര്യമല്ല. സമുദായത്തിൽ നിന്നുള്ള ഒറ്റപ്പെടൽ, വിമർശനങ്ങൾ, പരിഹാസങ്ങൾ, ഇതിനെയെല്ലാം അദ്ദേഹം അവഗണിച്ചു. കാരണം സത്യം ബോധ്യപ്പെട്ടാൽ പിന്നെ അവിടെ വിട്ടുവീഴ്ചയില്ല. ഇന്ന് നമ്മൾ കാണുന്നതെന്താണ്? ഡേവിഡ് ഗൗൾഡ് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലുമെല്ലാം ഇസ്ലാമിലേക്കുള്ള വലിയൊരു ഒഴുക്ക് നാം കാണുന്നു. ശാസ്ത്രജ്ഞരും ചിന്തകരും ആക്ടിവിസ്റ്റുകളും സാധാരണക്കാരും ഖുർആനിലേക്ക് മടങ്ങുന്നു. എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്രയധികം വേട്ടയാടപ്പെട്ടിട്ടും ഇത്രയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടും ആളുകൾ ഇസ്ലാമിലേക്ക് തന്നെ വരുന്നത്? ഉത്തരം ലളിതമാണ്.
മനുഷ്യന്റെ ആത്മാവ് സമാധാനം തേടുന്നുണ്ട്. ആ സമാധാനം, ആ സക്കീനത്ത് അല്ലാഹുവിനെ സ്മരിക്കുന്നതിലൂടെ മാത്രമേ ലഭിക്കൂ എന്നവർ തിരിച്ചറിയുന്നു. മധ്യസ്ഥരില്ലാതെ, പുരോഹിതന്മാരില്ലാതെ നേരിട്ട് തന്റെ സൃഷ്ടാവോട് സംസാരിക്കാൻ കഴിയുന്ന മതം, അതാണ് ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യം. പലപ്പോഴും നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കാറുണ്ട് ഇസ്ലാം സ്വീകരിച്ചാൽ യേശുവിനെ തള്ളിപ്പറയേണ്ടി വരുമെന്ന്. എന്നാൽ ഡേവിഡ് ഗൗൾഡ് പറഞ്ഞ മറുപടി വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ യേശുവിനെ ഉപേക്ഷിച്ചിട്ടില്ല, മറിച്ച് യേശുവിനെ ഞാൻ അദ്ദേഹത്തിന്റെ ശരിയായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്, ഒരു ദൈവമായിട്ടല്ല, മറിച്ച് ദൈവത്തിന്റെ ആദരണീയനായ പ്രവാചകനായിട്ട്. യേശുവിനെയും മാതാവ് മറിയമിനെയും സ്നേഹിക്കാത്തവന്, ആദരിക്കാത്തവന് മുസ്ലിമാകാൻ കഴിയില്ലെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഈ വലിയ തിരിച്ചറിവാണ് പല ക്രിസ്ത്യൻ പണ്ഡിതന്മാരെയും ഇസ്ലാമിലേക്കടുപ്പിക്കുന്നത്. അവർക്ക് നഷ്ടപ്പെട്ട കണ്ണിയായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബി. ബൈബിളിൽ പ്രവചിക്കപ്പെട്ട ആ സത്യദൂതനെ തിരിച്ചറിയുമ്പോൾ അവരുടെ വിശ്വാസം പൂർണ്ണമാകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇസ്ലാം വെറുമൊരു മതമല്ല, അതൊരു ജീവിത പദ്ധതിയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും നിരാശയ്ക്കുമിടയിൽ ഉഴലുന്ന പാശ്ചാത്യ ലോകത്തിന് ഇസ്ലാം നൽകുന്ന സമാധാനം ചെറുതല്ല. അതുകൊണ്ടാണ് ദിവസവും ആയിരങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലി ഈ തണലിലേക്ക് വരുന്നത്. ഡേവിഡ് ഗൗഡിൽ നിന്ന് അബ്ദുറഹ്മാനിലേക്കുള്ള മാറ്റം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: അല്ലാഹുവിന്റെ കാരുണ്യം ആർക്കും എപ്പോൾ വേണമെങ്കിലും ലഭിക്കാം. നമ്മൾ മുസ്ലിംകളായി ജനിച്ചവർ പലപ്പോഴും ഈ അനുഗ്രഹത്തിന്റെ വില തിരിച്ചറിയാറില്ല. എന്നാൽ സത്യമന്വേഷിച്ചു കണ്ടെത്തുന്നവർ അതിന്റെ മാധുര്യം നമ്മളെക്കാൾ നന്നായി അനുഭവിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ഈ സഹോദരനെപ്പോലെ സത്യമന്വേഷിക്കുന്ന അനേകം ഹൃദയങ്ങൾക്ക് ഇനിയും വെളിച്ചം ലഭിക്കട്ടെ. നാഥ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ സത്യമതത്തിൽ ഉറപ്പിച്ചു നിർത്തേണമേ. വഴികേടുകളിൽ നിന്നും സംശയങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ ഈമാൻ നീ വർദ്ധിപ്പിച്ചു തരേണമേ. സത്യം സത്യമായി മനസ്സിലാക്കാനും അത് പിന്തുടരാനും, അസത്യം അസത്യമായി മനസ്സിലാക്കാനും അത് വെടിയാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.